നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഞാൻ ആദ്യമായിട്ട് പറയട്ടെ, ഞങ്ങളും സുഖമായിരിക്കുന്നു. ഓക്കെ, സോ നമ്മുടെ അപ്ഡേറ്റ്സ് 2-3 ദിവസമായിട്ട് കണ്ടില്ല എന്ന് പറഞ്ഞ് ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ ഷിഫ്റ്റിംഗ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മൾട്ടി സർജറി കഴിഞ്ഞിട്ട് നമുക്ക് ഷിഫ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു ഡിസ്ചാർജ് സമ്മറി തൊട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്ത് ഒരു ICU ആംബുലൻസോട് കൂടിയിട്ടാണ് നമ്മൾ വരുന്നത്. സോ നമ്മൾക്ക് വന്നിരിക്കുന്ന ഡീറ്റെയിൽസിൽ ഒരുപാട് മെസ്സേജസ്, ഒരുപാട് ഡീറ്റെയിൽസ്, ഒരുപാട് കോൺടാക്ട് നമ്പേഴ്സ് എല്ലാവരും ഒരുപാട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ എം എക്സ്ട്രീംലി താങ്ക്ഫുൾ. ഓരോരുത്തരും ഇമെയിൽ അയച്ചവരോടും മെസ്സേജ് അയച്ചവരോടും എല്ലാവരും നിങ്ങൾ പറഞ്ഞ ഓരോ കോൺടാക്ട്സിനെയും നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾക്ക് വന്ന കാറ്റഗറിയിൽ എന്തൊക്കെയായിരുന്നു എന്ന് വെച്ചാൽ, നമ്മൾ വീട് നോക്കിയിട്ടുണ്ടായിരുന്നു, സർവീസ് ഡിപ്പാർട്ട്മെന്റ് നോക്കിയിട്ടുണ്ടായിരുന്നു, Airbnbs നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് നമുക്ക് റീഹാബിലിറ്റേഷൻ സെന്ററിനെ കുറിച്ച് മനസ്സിലായത്. അതിൽ ആദ്യം വന്നിട്ട് നമുക്ക് വീടിൻ്റെ കാര്യമായിരുന്നു. വീടിൻ്റെ കാര്യത്തിലും അപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യത്തിലും വന്ന പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഓണേഴ്സിന് പേഷ്യൻസിന് കൊടുക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. അവർ പറഞ്ഞത് എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഒരു പേഷ്യൻ്റ് ആണ് ആ വീട്ടിലേക്ക് വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ 1-2 മാസം കഴിഞ്ഞാൽ തിരിച്ചു പോകും. പക്ഷേ അതിനുശേഷം ഞങ്ങളുടെ വീട് ആരും വാടകയ്ക്ക് എടുക്കില്ല. പിന്നെ ആംബുലൻസ് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകും. അത് ബാക്കിയുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവും. അത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യും എന്നൊക്കെയാണ് അവരുടെ വാദം ഉണ്ടായിരുന്നത്. സോ അതൊക്കെ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള തോട്ട് പ്രോസസ്സ് വന്നത് എന്ന്. പക്ഷെ നമ്മളിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കേൾക്കാൻ മാത്രമല്ലേ പറ്റുള്ളൂ. സോ യെസ്, എന്താ വെച്ചാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആംബുലൻസ് വരേണ്ടി വരും. ഇടയ്ക്കിടയ്ക്ക് റിവ്യൂവിന് കൊണ്ടുപോകുമ്പോൾ എനിക്ക് അമ്മയെ കാറിൽ കൊണ്ടുപോകാൻ പറ്റില്ല, ആംബുലൻസ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്തു എന്ന് വരും. അപ്പോൾ എന്താ ഇപ്പം ഞാൻ പറയുക, ആംബുലൻസ് വരരുതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പേഷ്യൻ്റ് അങ്ങനെയല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ആ ഒരു വീട് എന്നുള്ളൊരു കോൺസെപ്റ്റും അപ്പാർട്ട്മെന്റ് എന്നുള്ളൊരു കോൺസെപ്റ്റും അവിടെ വെച്ചിട്ട് ഞാൻ വേണ്ട വെക്കുകയായിരുന്നു. രണ്ടാമത്തത് വന്നത് Airbnb ആയിരുന്നു. പിന്നെ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. Airbnbയിലും സർവീസ് ഡിപ്പാർട്ട്മെന്റിലും എന്തായിരുന്നു പ്രശ്നം എന്ന് വെച്ചാൽ, അവര് നോർമലായിട്ടുള്ള കിടക്കയായിരുന്നു, ബെഡായിരുന്നു. നമുക്കാണെങ്കിൽ വേണ്ടത് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ICU ടൈപ്പ് ആയിട്ടുള്ള ബെഡായിരുന്നു. അത് ഞങ്ങൾ ഇട്ടോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് അത് താല്പര്യമുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇനി ബെഡ് റിമൂവ് ചെയ്യുക, അങ്ങനെ ഒരു മാറ്റങ്ങളൊന്നും അവർക്ക് തയ്യാറല്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ സർവീസ് ഡിപ്പാർട്ട്മെന്റ്സും Airbnbsഉം നമുക്ക് വേണ്ട വെക്കേണ്ടി വന്നു. പിന്നെയാണ് ഒരുപാട് റീഹാബിലിറ്റേഷൻ സെന്റേഴ്സിനെ കുറിച്ച് കേൾക്കുന്നത്. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ ആർക്കും, എനിക്ക് പോലും റീഹാബിലിറ്റേഷൻ സെന്റർ, റീഹാബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെറ്റായിട്ടുള്ള കോൺസെപ്റ്റും വെച്ചിട്ടാണ് നമ്മൾ നടക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെ ഒരു സംഭവമേ അല്ല. നിങ്ങൾ അതിനെക്കുറിച്ചിട്ട് പോയി അന്വേഷിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, റീഹാബിലിറ്റേഷൻ സെന്റർ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഫോർ പെർട്ടിക്കുലർലി ഒരു പ്രോസസ്സിന് മാത്രമല്ല. അപ്പോൾ നമ്മൾക്ക് റീഹാബിലിറ്റേഷൻ സെന്റേഴ്സും കെയർ എന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ച് സംഭവങ്ങൾ സ്ക്രൂട്ടനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് പറഞ്ഞു നിങ്ങൾ പേര് ഷെയർ ചെയ്യൂ, സോ ദാറ്റ് നമുക്കും അത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ള രീതിയിൽ. നമ്മൾ നോക്കിയ കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. നമ്മൾ നോക്കിയത് ഡോക്ടർ രാഹുൽസ് എൽഡർലി കെയർ, അതുല്യ, അതേമാതിരി തന്നെ അഫിനിറ്റി, പിന്നെ നമ്മൾ നോക്കിയത് എന്താണ് സുഖിനോ ആൻഡ് കൈറ്റ്സ്. ഇങ്ങനെയാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മളുടെ ചോയ്സിന് അല്ലായിരുന്നു ബാക്കിയുള്ള കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ, ഡോക്ടർ രാഹുൽ നമ്മുടെ ചോയ്സ് അല്ല, അഫിനിറ്റി നമ്മുടെ ചോയ്സേ അല്ലായിരുന്നു, പിന്നെ എന്താണ് അതുല്യ ഓൾസോ നമ്മൾ വേണ്ടാന്ന് വെച്ചു. ഇതൊക്കെ നമ്മളുടെ ചോയ്സ്. എൻ്റെ ചോയ്സിന് അമ്മ അവിടെ പോയി കിടക്കേണ്ട ഒരാളല്ല എന്ന് എനിക്ക് അവിടെ പോയി നോക്കിയപ്പോൾ തോന്നിയതുകൊണ്ടാണ്. ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ഞാൻ അത് നന്നല്ല എന്ന് പറയുക, അങ്ങനെയൊന്നുമല്ല. ഓരോരുത്തർക്കും ഓരോ ചോയ്സ് ഉണ്ടാവും, ഓരോരുത്തർക്കും ഓരോ കാറ്റഗറി ഉണ്ടാവും. നമുക്ക് ഇന്ന കാര്യങ്ങളാണ് അവിടെ നടക്കേണ്ടത്, അമ്മയ്ക്ക് ഇന്ന കാര്യങ്ങളാണ് വേണ്ടത്. അത് എനിക്ക് ആ സർവീസ് അവിടെ ഇല്ല എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ വേറെ സ്ഥലങ്ങളിലാണ് അന്വേഷിച്ചത്. പിന്നെ എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നതാണ് 2 എണ്ണം, സുഖിനോ ആൻഡ് കൈറ്റ്സ്. ഇവർ 2 പേരും റീഹാബ് സെന്റേഴ്സ് ആണ്. പോസ്റ്റ് ഓപ്പറേറ്റീവ് ആണ് അവർ നോക്കുന്നതും. പോസ്റ്റ് ഓപ്പറേറ്റീവ് നോക്കുന്നുണ്ട്, ഫിസിയോതെറപ്പീസ് ആണ് നോക്കുന്നത്. കൈറ്റ്സ് എന്ന് പറയുന്നത് ദേ ആർ വെരി ഫേമസ് ഫോർ ഫിസിയോതെറപ്പി. അപ്പൊ എൻ്റെ മനസ്സിൽ ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ ഫൈനൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അമ്മയെ കൈറ്റ്സിൽ കൊണ്ടുവന്ന് ആക്കണം, ബിക്കോസ് ഇന്റൻസ് ഫിസിയോതെറപ്പി അമ്മയ്ക്ക് ആവശ്യമാണ്. അപ്പോഴായിരുന്നു എൻ്റെ മനസ്സിൽ കൈറ്റ്സ്. പക്ഷെ അതല്ലാതെ എൻ്റെ ഏടത്തേമ്മ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്
ലൈക്ക് കൈറ്റ്സിൽ എന്താണ് പറയുക പോസ്റ്റ് ഓപ്പറേറ്റീവും കൂടി അവർ നോക്കുന്നുണ്ടെന്ന്. അങ്ങനെ നമ്മൾ എന്താണ് രണ്ടും പോയി വിസിറ്റ് ചെയ്തു. പിന്നെ ഇതെല്ലാം കോസ്റ്റ് റിലേറ്റഡ് ആണ്. ഓക്കെ, ആരും തന്നെ നമുക്ക് കോസ്റ്റിൻ്റെ കാര്യം നമ്മൾ നോക്കണം. ബിക്കോസ് ഇതൊരു 1, 2, 3 ദിവസത്തിൻ്റെ കാര്യമല്ല, നമുക്ക് മാസക്കണക്കിന് വേണ്ട കാര്യമാണ്. അപ്പം നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്നോ എന്ന് നോക്കണം. സോ അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് സുഖിനോ വാസ് എക്സ്ട്രീംലി കോസ്റ്റ്ലി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ ഒരു 9,000 10,000 ഒക്കെ ഒരു ദിവസം വരിക. ബിക്കോസ് ഇറ്റ്സ് പെർ ഡേ കാൽക്കുലേഷൻ. അങ്ങനെ പെർ ഡേ വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 2 മാസമൊക്കെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും താങ്ങാൻ പറ്റില്ലായിരുന്നു. സോ നമ്മൾ അത് പക്ഷേ എക്സ്ട്രീംലി നൈസ്. പക്ഷേ കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൈറ്റ്സിൻ്റെ സർവീസ് വാസ് വെരി ഗുഡ്. അവരുടെ എൻ്റെ കണ്ടീഷൻസ് എല്ലാം, എനിക്ക് അമ്മയ്ക്ക് വേണ്ട എല്ലാ കണ്ടീഷൻസും, ബിക്കോസ് അമ്മയുടെ കാര്യത്തിൽ സുഖിനോനും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. കോസ്റ്റ് വൈസ് ആണ് നമ്മൾ പറയുന്നത്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് അമ്മയ്ക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. എനിക്കൊരു ഡയറ്റീഷ്യൻ വേണം അമ്മയ്ക്ക്. പ്ലസ് അമ്മയുടെ കാര്യത്തിൽ എനിക്ക് എവറി 3 days അമ്മയ്ക്ക് ഒരു പെർട്ടിക്കുലർ പ്ലാസ്റ്റിക് സർജറി കഴിഞ്ഞിട്ടുള്ള പേഷ്യൻറ്റിന് മുറി ഡ്രസ്സ് ചെയ്യുന്ന വൂണ്ട് ഡ്രസ്സിങ്ങിനുള്ള ഡോക്ടേഴ്സ് വേണം. ആ ഡ്രസ്സിങ് കാണിച്ചു കൊടുത്താൽ അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ ചെയ്യുന്ന നേഴ്സുമാരും ഡോക്ടേഴ്സും അവിടെ പ്രസൻറ്റ് ആയിരിക്കണം. അപ്പോൾ ഇത് രണ്ടിലും ഉണ്ടായിരുന്നു. പക്ഷേ ഐ ഫെൽറ്റ് ബെറ്റർ. നമ്മളുടെ എല്ലാ കാര്യങ്ങളും കൊണ്ട് ഞങ്ങളുടേതായിട്ടുള്ള കാൽക്കുലേഷനിൽ നമുക്ക് കൈറ്റ്സ് വാസ് ഗുഡ്. സോ നൗ നമ്മളിവിടെ കൈറ്റ്സിലാണ്, സരവണംപട്ടിയിലാണ് കൈറ്റ്സ്. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഇല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രോബ്ലം കൊണ്ട്, അതിപ്പോൾ ഒരു മൾട്ടി സർജറി കഴിയണം എന്ന് നിർബന്ധമൊന്നും ഇല്ലാട്ടുള്ളൂ. നിങ്ങളൊരു ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് ഒരു 10-15 ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് കിടക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആൾക്കാർ ആരെങ്കിലും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇമീഡിയറ്റ്ലി അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകാണ്ട് ഒരു റീഹാബ് സെൻറ്ററിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അവരുടെ ആരോഗ്യം റീഗെയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ പല കാര്യങ്ങൾ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ ഇപ്രാവശ്യം ഞാൻ പഠിച്ച പാടാണത്. അതായത് 24 hours ടേക്ക് കെയർ ചെയ്യാൻ ഒരാൾ, അതേമാതിരി തന്നെ ഹോം സർവീസ് നേഴ്സുകൾ, അതേമാതിരി തന്നെ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആൻഡ് നേഴ്സസ്. ഇൻഫെക്ഷൻ എന്ന് പറയുന്ന വലിയൊരു സംഭവം നമുക്ക് അവോയ്ഡ് ചെയ്ത് കിട്ടും. 24 hours നമുക്ക് കെയർ ഉണ്ടാവും. അതേമാതിരി തന്നെ നല്ല രീതിയിൽ അവരെ ടേക്ക് കെയർ ചെയ്യാനുള്ള ഫുഡ് കാര്യങ്ങൾ. സോ ഇതെല്ലാം തന്നെ നിങ്ങളൊരു 1 week 15 days നിങ്ങളൊരു റീഹാബ് സെൻറ്ററിൽ ഇരുന്നിട്ടാണ് നിങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഷ്യൻസിന് നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെയൊക്കെ ആരോഗ്യം മെച്ചപ്പെടുത്തിയിട്ട് നമുക്ക് കൊണ്ടുപോകാം. സോ ഇതെൻ്റെ ഒരു പുതിയ അറിവാണ്. അതാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ കൈറ്റ്സിലാണ്. അമ്മയ്ക്കും അച്ഛനും ഒരു സെപ്പറേറ്റ് റൂമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സോ ദാറ്റ് അച്ഛൻ്റെയും അമ്മയുടെയും കാര്യങ്ങൾ അവിടെ നടക്കും. അമ്മയ്ക്കുള്ള ബെഡ് കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. എല്ലാവരും ഫിസിയോതെറാപ്പിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, ട്രോമ സൈക്കോളജിസ്റ്റ് എല്ലാവരും വന്നിട്ട് കാണും. ആൻഡ് ഫുഡ് 3 നേരം ഫുഡ് ഉണ്ട്. ഇനി അതല്ല, നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ വേണം, ഡയറ്റീഷ്യൻ വേണമെന്നുണ്ടെങ്കിൽ യെസ്, അവരതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ നമുക്ക് ഭക്ഷണം തരുന്നതായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാനും ഞാനും ഇവിടെ താമസിക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ അമ്മയുടെ റൂമിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ എനിക്കും ഒരു റൂം ഞാൻ ചോദിച്ചു. ഇവിടെ പേഷ്യൻറ്റിൻ്റെ ബെഡ് ഉണ്ടാവില്ല, എനിക്ക് മാത്രമായിട്ടുള്ള ബെഡാണ് അവർ തന്നിരിക്കുന്നത്. സോ എനിക്ക് അമ്മയുടെ കാര്യങ്ങൾ നോക്കുകയും ചെയ്യാം. അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അവർ വന്ന് നോക്കുന്ന സമയത്ത് എനിക്ക് അവരോട് പറയാം, ഇതാണ് അമ്മ ചെയ്യുന്നത്, ഇങ്ങനെയാണ് അമ്മയ്ക്ക് അവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത്, ഇങ്ങനെയാണ് മരുന്നുകൾ കാര്യങ്ങൾ എല്ലാം ഹാൻഡ് ഓവർ ചെയ്യാൻ എനിക്ക് എളുപ്പമുണ്ടായിരുന്നു. സോ ഇപ്പോഴത്തെ നമ്മുടെ ഒരു സ്റ്റേറ്റസ് എന്താണ്, ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റ് എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ്. സോ ഞാൻ ഇവിടെ ഒരു റൂമിൽ താമസിക്കുന്നു. തൊട്ടടുത്ത് അമ്മയും അച്ഛനും ഉണ്ട്. സോ നല്ലൊരു കോൺഫിഡൻസ് ആൻഡ് പോസിറ്റീവ് ഫീലാണ് എനിക്ക് തോന്നിയത്. ബിക്കോസ് അമ്മ ഇന്നലെ ഡിസ്ചാർജ് ചെയ്തിട്ട് ഇന്നലെ ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ അമ്മയ്ക്കും അച്ഛനും ഉള്ള ഫുഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ കണ്ണേട്ടൻ, മനു, കിച്ചു എല്ലാവരും എത്തി ശനിയാഴ്ച. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് കാര്യത്തിൽ റിലീഫായിരുന്നു. ബിക്കോസ് എനിക്ക് പിള്ളേരെ റൂമിൽ നിർത്തിയിട്ട് ഞാനും കണ്ണേട്ടനും കൂടിയിട്ട് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. സോ എല്ലാം ഫിക്സ് ചെയ്യാൻ, എല്ലാം അഡ്വാൻസ് കൊടുക്കാൻ കാര്യങ്ങളൊക്കെ. സോ എന്താ പറയുക, ഞങ്ങൾ ഇന്നലെ ഡിസ്ചാർജ് ചെയ്തിട്ട് കൊണ്ടുവന്ന് അമ്മയ്ക്കും അച്ഛനും ഫുഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ കറക്റ്റായിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും റെഡിയായിരുന്നു.
കൊണ്ടുവന്ന് അമ്മയ്ക്ക് ഫുഡ് കൊടുത്തതോട് കൂടിയിട്ട് എന്താ പറയുക, ഹോസ്പിറ്റലിലും കൂടിയിട്ട് അമ്മ കുറച്ചൊരു പിന്നോക്കമായിരുന്നു. ബിക്കോസ് എനിക്ക് തോന്നുന്നു, ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ആ ഹോസ്പിറ്റൽ ഫുഡ് ആയതുകൊണ്ടായിരിക്കണം അമ്മയ്ക്ക് അത് പിടിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലെ വന്നു, സമാധാനവും സന്തോഷമായിട്ടും അമ്മ ഫുള്ളായിട്ട് ഭക്ഷണം കഴിച്ചു. രാത്രി മുഴുവൻ ഉറങ്ങി. നേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു കോൾ പോലും വന്നിട്ടുണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. ഷി വാസ് പീസ്ഫുള്ളി സ്ലീപ്പിംഗ്. പിന്നെ ഞാൻ പർപ്പസ്ലി സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നിൽക്കുകയാണ്. എന്താ വെച്ചാൽ അമ്മയ്ക്കും അത് ആ ഒരു ബ്രെയിനിൽ അത് വരണം. ലൈക്ക് അവള് പോവും, അപ്പോൾ ഞാൻ ഇവിടെയാണ്, അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ അവരെന്നെ ടേക്ക് കെയർ ചെയ്യും എന്നുള്ളൊരു ഫീലിംഗ് അമ്മയ്ക്കും വരണം എന്നുണ്ടെങ്കിൽ ഞാനൊന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യണം. സോ ഞാൻ ഇന്ന് രാവിലെ ജസ്റ്റ് ഒരു 6:45 മാത്രം പോയി ഒന്ന് നോക്കി. സുഖമായിട്ട് 2 പേരും ഉറങ്ങണ്ടായിരുന്നു. ഞാൻ മിണ്ടാണ്ട് വന്നു. അപ്പോൾ നേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞു രാത്രിയൊന്നും കോൾ വന്നിട്ടേ ഉണ്ടായിരുന്നില്ല, സുഖമായിട്ട് അവർ ഉറങ്ങി, ഞങ്ങൾ വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പേർപ്പസ്ലി വേണമെന്ന് വെച്ചിട്ട് തന്നെ മിണ്ടാതെ 8:30 വരയ്ക്കും ഞാൻ മിണ്ടാണ്ട റൂമിൽ തന്നെ ഇരുന്നു. കാര്യങ്ങൾ എന്താ വെച്ചാൽ എനിക്കും അറിയണമായിരുന്നു അവരെന്തൊക്കെ ചെയ്യുന്നുണ്ട്, കൈറ്റ്സിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, അവർ അമ്മ എങ്ങനെ നോക്കുന്നുണ്ട്, അമ്മ എങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്, അമ്മ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ എന്നെല്ലാം എനിക്ക് അറിയണമായിരുന്നു. അതുകൊണ്ട് ഞാൻ വേണമെന്ന് വെച്ചിട്ട് തന്നെ ഒരു 8:30, 8:45 വരയ്ക്കും റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നു. നോക്കിയിട്ട് പിന്നെ ഞാൻ ഒരു 8:45, 9 മണിക്ക് ഞാൻ പോയ സമയത്ത് ഇനി ഞാൻ കണ്ട കാഴ്ച എന്തായിരുന്നു എന്ന് വെച്ചാൽ അമ്മയെ അവർ വൃത്തിയാക്കി, അവർ എന്താ പറയുക, എല്ലാം പാമ്പേഴ്സൊക്കെ മാറ്റി, ഡയപ്പേഴ്സൊക്കെ മാറ്റി വൃത്തിയാക്കി, അമ്മയെ നീറ്റാക്കി, നൈറ്റിയൊക്കെ മാറ്റിക്കൊടുത്ത്, എല്ലാം തുടച്ച് എല്ലാം വൃത്തിയാക്കിയിട്ട് മുടിയൊക്കെ കെട്ടിക്കൊടുത്ത്, ഞാൻ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ എന്താണോ അവർക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ എന്താണോ ഹോസ്പിറ്റലിൽ സ്വയം ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത് അതെല്ലാം അവർ ചെയ്തു കൊടുത്ത് അമ്മയ്ക്ക് ഫുഡ് കൊടുത്തിട്ട് അവിടെ ഒരു ആൾ കൂടെ നിൽക്കും. അതാണ് ഏറ്റവും വലിയ കാര്യം. അത് കൂടെ നിന്ന് കഴിപ്പിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ഇതാക്കണം. അപ്പം ഞാൻ കണ്ട കാഴ്ച അതായിരുന്നു. പ്ലസ് അത് മാത്രമല്ല, അമ്മ ഫുള്ളായിട്ട് ഭക്ഷണം കഴിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ ഇടയ്ക്കൊക്കെ വരുന്ന കാര്യം, അതായത് പാലായാലും ചായ ആയാലും നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറയാം, നമുക്ക് ചായ വേണ്ട, അഥവാ നമ്മൾ എന്തെങ്കിലും പെർട്ടിക്കുലറായിട്ട് കഴിക്കുന്ന ഒരു സംഭവമാണെങ്കിൽ അത് അവരുടെ കയ്യിൽ കൊടുത്താൽ അവരത് തരുന്നതായിരിക്കും. അങ്ങനെ സോ യെസ്, ഇപ്പോഴത്തെ അപ്ഡേറ്റ് വെച്ചിട്ട് നമ്മളിപ്പോൾ മാറിയിരിക്കുകയാണ്. ഇനി കൂടുതലായിട്ടും ഇവിടെ താമസിക്കുന്ന സമയത്ത് അവരുടെ സർവീസിനെ കുറിച്ചിട്ടും അവരുടേത് എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടും ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ബിക്കോസ് ഇത് നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്, അതല്ലാതെ ഒരു പെയ്ഡ് പ്രൊമോഷനായിട്ടോ ഒന്നുമല്ല. അത് വല്ലവർക്കും ഉപയോഗമാവും എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് ഡെഫിനറ്റ്ലി ഷെയർ ചെയ്യും. ബിക്കോസ് എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അറിയാത്ത പല കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു വരുന്നത് നമ്മുടെ ജീവിതത്തിൽ, അല്ലേ? ചില സിറ്റുവേഷൻസ് വരുന്ന സമയത്തേ നമ്മളത് പഠിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഞാൻ പഠിച്ച ഒരു കാര്യമാണ്. പിന്നെ ആൾക്കാർ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യമാണ്, എന്താണ് ഇപ്പോൾ പ്രശ്നം നാട്ടിലേക്ക് പോയാൽ? നോക്കൂ, ഒരു മൾട്ടി സർജറി കഴിഞ്ഞ് ഇരിക്കുന്ന, നമ്മൾ പ്രിപ്പയർഡ് തന്നെ ആയിരുന്നു നാട്ടിലേക്ക് പോകാൻ, പക്ഷേ മൾട്ടി സർജറീസ് കഴിഞ്ഞിരിക്കുന്ന ഒരാൾ പ്ലസ് ആ പറയുന്ന പേഷ്യൻറ്റിന് നമുക്ക് ട്രാവൽ ചെയ്യാൻ നമുക്ക് കാറൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, ഫുൾ ടൈം ആംബുലൻസ് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. 1.25 മണിക്കൂർ എത്തനൂർ എത്തുമ്പോഴേക്കും, പാലക്കാട് എത്തുമ്പോഴേക്കും എന്തിനു കൊള്ളും? അതും എപ്പോൾ? നമുക്ക് എവറി 4 days കൂടുമ്പോൾ നമുക്ക് എന്താണ് പറയുക, ഈ പ്ലാസ്റ്റിക് സർജറി ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ചെയ്യേണ്ട രീതിയിലുള്ള ഡ്രസ്സിങ്ങും ഉണ്ട്, അതേമാതിരി തന്നെ റിവ്യൂവിനും പോകണം. ഇങ്ങനെ ആവുമ്പോൾ എത്ര പ്രാവശ്യം ഞാൻ അമ്മേനെ ആംബുലൻസ് വെച്ചിട്ട് കൊണ്ടുവരും. പ്ലസ് നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ആംബുലൻസിലേക്ക് അമ്മയെ കയറ്റിയിട്ട് പോവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ ഈ പറയുന്ന ഒരാളും ഒരാളും പോസിറ്റീവ്നെസ് ആയിട്ടുള്ള രീതിയിൽ അത് എടുക്കില്ല. ഓക്കെ, ആംബുലൻസ് വരുന്നു, ആംബുലൻസ് പോകണം. പിന്നെ വേറൊരു കാര്യം, ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ള സംസാരമല്ല. ഓക്കെ, അതായത് ഇൻഫെക്ഷനാണ്, കാണാൻ വരരുത് എന്ന് പറയുമ്പോഴും കാണാൻ വരുന്ന പലവരും ഉണ്ടാവും. രണ്ടാമത്തത് എന്താണ് പറയുക, ആ ഒരു സിമ്പത്തറ്റിക് ആയിട്ടുള്ള രീതിയിൽ ഒരു പേഷ്യൻറ്റിനെ നോക്കുക. എന്നാലും സംഭവിച്ചല്ലോ, ഈ കഷ്ടം വെക്കലും എന്നാലും കഷ്ടകാലമല്ലേ സംഭവിച്ചല്ലോ, ഇത് പറഞ്ഞാൽ തന്നെ പകുതി ആ പേഷ്യൻറ്റിൻ്റെ കോൺഫിഡൻസ് ലെവൽ പോവുകയാണ്. ഈ സംഭവമേ എനിക്ക് വേണ്ട, ഇത് വേണ്ടാണ്ട് എവിടെയാണോ സമാധാനത്തിൽ റിക്കവർ ആവാൻ പറ്റുക അതാണ് ഞാൻ ചൂസ് ചെയ്തത്. എന്താ വെച്ചാൽ ഈ പറയുന്ന ആൾക്കാരെ നമുക്ക് മാറ്റാൻ പറ്റില്ല. അവിടെ ചെയ്യാൻ പറ്റുന്നത് എന്താ, നമ്മൾക്ക് മാറുക എന്നുള്ളതാണ്. സോ ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലാനേ പോയില്ല. വേണ്ട,
ഇനി നമ്മുടെ പ്രോസസ്സ് ഇനിയും ഉണ്ട്. ഇനിയും കഴിഞ്ഞ് നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് മാറിയിട്ടില്ല. കോയമ്പത്തൂരിൽ നിന്ന് തന്നെ നമുക്ക് ഗംഗയിലേക്ക് തിരിച്ചു പോകണം. ഗംഗയിലേക്ക് തിരിച്ചു പോയി ഇനിയൊരു സർജറി ഉണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ഫിസിയോതെറപ്പി ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്ന് മര്യാദയ്ക്കുള്ള രീതിയിൽ പോകാൻ പറ്റുമോ അന്ന് നമുക്ക് പോയിട്ട് ഉത്തരം കൊടുക്കേണ്ടത് അമ്മയാണല്ലോ. അമ്മയെ നോക്കിയിട്ട് ആരും കഷ്ടം വയ്ക്കാൻ പോകുന്നില്ലല്ലോ. എനിക്ക് അത്രേ വേണ്ടു. ഒരു മനുഷ്യനും പറഞ്ഞാൽ അങ്ങോട്ട് മനസ്സിലാവില്ല. പറഞ്ഞാൽ മനസ്സിലാവാത്ത ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ നിൽക്കാനുള്ള സമയം നമുക്കില്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ ചില തീരുമാനങ്ങൾ എടുത്തിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കുക എന്ന് തീരുമാനിച്ചു. സോ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസിഷൻസ് ഇൻ മൈ ലൈഫ് എന്ന് ഞാൻ പറയുള്ളൂ. ഡോക്ടേഴ്സ് അത് പറയാനും നമുക്കത് തോന്നാനും അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനും ഒരുപാട് മെസ്സേജസും ബാക്കിയുള്ള കാര്യങ്ങളും ഇൻഫർമേഷൻസ് എനിക്ക് വരാനും അതൊന്ന് ഞാൻ ചൂസ് ചെയ്യാനും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇന്നിവിടെ ഇരിക്കുന്ന സമയത്ത്. എനിക്ക് അല്ലെങ്കിലൊന്നും അമ്മയെ വിട്ടിട്ട് ഒരു 10 മിനിറ്റ് പോലും എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റില്ലായിരുന്നു. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു മരുന്ന് വാങ്ങിക്കാൻ ഞാൻ ഒരു അരമണിക്കൂർ വൈകിയാൽ തന്നെ അച്ഛൻ്റെ ഫോണ് വരും, അമ്മ എന്നെ അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് ആ ഒരു കോൺഫിഡൻസ് ലെവലുണ്ട്. പ്ലസ് അമ്മയ്ക്ക് അറിയാം ഞാൻ ഇവിടെ ഉണ്ട് എന്ന്. പക്ഷേ എനിക്ക് അറ്റ് ദി സെയിം ടൈം അമ്മയ്ക്ക് കൊടുക്കേണ്ട കോൺഫിഡൻസ് എന്താ വെച്ചാൽ ഞാൻ ഈ മാസം 29-ാം തീയതി പോയാലും അമ്മയെ എല്ലാവരും ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്, ഞാൻ പറഞ്ഞ പോലെ വിനു നോക്കുന്ന പോലെ എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് കൊണ്ടുവരേണ്ടിയിരുന്നത്. സോ ഐ എം എക്സ്ട്രീംലി ഹാപ്പി ആ ഒരു ഡിസിഷൻ ഞാൻ എടുത്തതിൽ. സോ യെസ്, ഇതാണ് നമ്മുടെ അപ്ഡേറ്റ്. ഞാൻ എന്തായാലും നിങ്ങൾക്ക് വീണ്ടും അപ്ഡേറ്റ്സ് കൊണ്ടുവരുന്നതായിരിക്കും. എന്താണ്, എങ്ങനെയാണ് അവർ നോക്കുന്നത്, എന്തൊക്കെയാണ് സർവീസസ് എന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ എന്തായാലും അപ്ഡേറ്റ് തരാം. ബിക്കോസ് നമ്മൾ ഇനിയും ഇവിടെ തന്നെയാണ്. സോ ഇപ്പോഴത്തെ ഇത് പ്രകാരം ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അന്വേഷിച്ച് ചോദിച്ച് എനിക്ക് വേണ്ടി മെസ്സേജസ് അയച്ച് ഓരോരുത്തരോടും ഞാൻ ഒരുപാട് താങ്ക്സ് പറയുന്നു. താങ്ക് യു സോ മച്ച്. നിങ്ങളെല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും അതുപോലെ തന്നെ വേണം എന്നാണ് എൻ്റെ റിക്വസ്റ്റ്. ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ കുടുംബത്തിനോട്, എന്നെ പിടിച്ചു നിർത്തിയതിന്, എന്നെ ഇതുപോലെ നിർത്തി കൊണ്ടുവന്നതിന്, എല്ലാത്തിനും നിങ്ങളുടെ പ്രാർത്ഥനകൾ ഓരോരുത്തരും പ്രാർത്ഥിച്ചതിന് എനിക്ക് ഒരുപാട് താങ്ക്സ് പറയാനുണ്ട്. Thank you so much, my family. I am really grateful for all your blessings, all your messages, all of it. Like നിങ്ങൾ ഓരോരുത്തരും എന്നെ ടേക്ക് കെയർ ചെയ്തു എന്നുള്ളതാണ് സത്യം. താങ്ക് യു സോ മച്ച്. ഞാൻ വീണ്ടും അപ്ഡേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും. Till then, take care and bye bye everybody.